കേരള ഓട്ടോമൊബൈൽസിന്റെ ഈ കാർട്ടൂണുകൾ ഇനി വീട്ടുമുറ്റത്തേക്കും ഐസ്ക്രീമും കൊണ്ടുവരും. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് KLA ലിമിറ്റഡ് മിൽമയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച മിൽമ മിലി കാർട്ട് എന്ന ഐസ്ക്രീം വെൻഡിംഗ് കാർഡുകൾ നിരത്തിലിറക്കി. പുതുതായി വികസിപ്പിച്ചെടുത്ത 3 ഇലക്ട്രിക് വാഹനങ്ങളും ഇതോടൊപ്പം KAL വിപണിയിലെത്തിച്ചു. കേരളത്തിലെ 941 പഞ്ചായത്തുകളുടെ വാതിൽപ്പടിയിൽ മിൽമ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മിൽമ പദ്ധതി യാഥാർത്ഥ്യമായാൽ 941 സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. മിൽമയുടെ ആവശ്യപ്രകാരം KAL നിർമ്മിച്ച മിൽമ മിലി കാർട്ടുകൾ വ്യവസായ വകുപ്പ് മന്ത്രി P രാജി പുറത്തിറക്കി. മിൽമ ചെയർമാൻ KS മണിക്ക് താക്കോൽ കൈമാറിക്കൊണ്ടാണ് ഈ വാഹനങ്ങൾ പുറത്തിറക്കിയത്. ചടങ്ങിൽ മന്ത്രി 30 വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാനോപ്പിയും ഫ്രീസറും ഉൾപ്പെടുന്നതാണ് മിലി കാർട്ട്. മിൽമ മിലി കാർട്ട് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ വാഹനത്തിന്റെ ആദ്യ ബാച്ചായ 30 യൂണിറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉപയോക്താക്കളുടെ ആവശ്യാനുസരണം വാഹനത്തെ കസ്റ്റമൈസ് ചെയ്താണ് നൽകുന്നത്. ഇവ മിൽമയുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിറ്റുകൾക്ക് 10 എണ്ണം വീതം വിതരണം ചെയ്യും. മിൽമയുടെ 3 പ്രാദേശിക യൂണിറ്റുകൾക്ക് 10 മിൽമ മിലി കാർട്ടുകൾ ലഭ്യമാകുമെന്നും മന്ത്രി P രാജി വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ പ്രകടനം മികച്ചതാണെങ്കിൽ 70 എണ്ണത്തിനു കൂടി ഓർഡർ നൽകാനുള്ള സാധ്യത മിൽമ പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുള്ള സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ മിൽമ ലക്ഷ്യമിടുന്നുവെന്നും മിൽമ ചെയർമാൻ KS മണി കൂട്ടിച്ചേർത്തു. വിവിധ വെല്ലുവിളികൾക്കിടയിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 4500 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ മിൽമയ്ക്ക് കഴിഞ്ഞു. മൊത്ത ലാഭത്തിൽ നിന്നും ഏകദേശം 253 കോടി രൂപ കാലിത്തീറ്റ സബ്സിഡി, പാലിനുള്ള അധിക പ്രോത്സാഹനം എന്നിവയുടെ രൂപത്തിൽ ക്ഷീര കർഷകർക്ക് നൽകി.